മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന നിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാലിയോലിത്തിക് ഏജ്, അതിൻ്റെ സവിശേഷതകൾ, മീസോലിത്തിക് ഏജ്, അതിൻ്റെ സവിശേഷതകൾ, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് മനസ്സിലാക്കുക. നമ്മളിന്ന് നിയോലിത്തിക് ഏജിൻ്റെ സവിശേഷതകൾ, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, ദിസ് ഈസ് ദ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടമായിരുന്നു നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദ വേർഡ് നിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് നിയോസ് മീൻസ് ന്യൂ ആൻഡ് ലിത്തോസ് മീൻസ് സ്റ്റോൺ. അപ്പം നിയോലിത്തിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ്. നിയോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ലിത്തോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും. അപ്പം നിയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ന്യൂ എന്നും ലിത്തോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്റ്റോൺ എന്നുമാണ് അർത്ഥം. ദ ബുക്ക് മാൻ മേക്ക് ഹിംസെൽഫ് ബൈ ഗോർഡൻ ചൈൽഡ്. അപ്പം ഗോർഡൻ ചൈൽഡിൻ്റെ മാൻ മേക്ക് ഹിംസെൽഫ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു ടു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്. അപ്പം നിയോലിത്തിക് ഏജിലുണ്ടായ രണ്ട് സുപ്രധാനമായ മാറ്റങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് മനുഷ്യർ എന്താണ് അവർ കൃഷി ആരംഭിച്ചതിനെ പറ്റിയും അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, പലതരത്തിലുള്ള എഡിബിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, നട്ട് കൃഷിയുടെ കാര്യങ്ങൾ ഒക്കെ നോക്കിയതിനെ പറ്റിയും അതുപോലെ തന്നെ മനുഷ്യർ അവർക്ക് ഇണക്കി വളർത്താനായിട്ട് പറ്റുന്ന മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് മനുഷ്യൻ കൃഷി ആരംഭിച്ചു എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് കാറ്റിൽ റെയറിങ് അല്ലെങ്കിൽ എന്താണ് മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്തു, ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിനെയൊക്കെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള രണ്ട് പോയിന്റുകളാണ്. അപ്പോൾ അതവിടെ എഴുതി ചേർക്കുക. ദ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇൻ്ററാക്ഷൻ വിത്ത് ഹിസ് സറൗണ്ടിങ്സ് ഈസ് ദ റീസൺ ഫോർ ദീസ് ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസിന് അല്ലെങ്കിൽ ഈ മാറ്റങ്ങളുടെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? മനുഷ്യൻ അവൻ്റെ ഇൻ്ററാക്ഷൻ, അവൻ്റെ സറൗണ്ടിങ്സുമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള അവൻ്റെ ഇടപഴകുന്നതിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ന്യൂ വേസ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ്. അപ്പോൾ എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിത രീതികൾക്ക് അല്ലെങ്കിൽ ഉപജീവന രീതികൾക്ക് പുതിയ തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അപ്പം മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു. നോക്കിക്കേക്കളെ, ഒബ്സർവ് ദ മാപ്പ്. ഈ മാപ്പ് ഒബ്സർവ് ചെയ്ത് നോക്കുക. You can see the area marked in the shape of crescent. അപ്പോൾ ഇവിടെ ഈ മാപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു പ്രദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസ് ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ. അപ്പം ഈ നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ പറയുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു പ്രദേശത്താണ് മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദ ഫെർട്ടൈൽ ക്രസൻറ്റ്. ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഫെർട്ടൈൽ ക്രസൻറ്റ്. അല്ലെങ്കിൽ എന്താണ് ഫെർട്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൻ? ഈ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് ഇവിടെ നോക്കിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇറാൻ നമുക്ക് കാണാനായിട്ട് പറ്റും, സിറിയ കാണാനായിട്ട് പറ്റും, ഇറാഖ് കാണാനായിട്ട് പറ്റും. അപ്പം ഈ രാജ്യങ്ങളുടെ ഇടയിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ, ഇറാഖ്, സിറിയ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലായിട്ടാണ് മനുഷ്യൻ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ച്, ലെറ്റ് us see the factors that led human to begin agriculture and domestication of animals. അപ്പം മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനുമായിട്ട് മനുഷ്യനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്?
പോപ്പുലേഷൻ ഗ്രോത്ത്, ആദ്യത്തെ ജനസംഖ്യാ വർധനവാണ്. രണ്ടാമത്തെ ആണെങ്കിൽ എന്താണ്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. അപ്പം മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള മനുഷ്യരുടെ എണ്ണത്തിലുള്ള വർധനവാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻസ്, അതായത് സങ്കീർണമായ സാമൂഹ്യ സംഘാടനം ഒരു ഘടകമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ്. അപ്പം മനുഷ്യൻ്റെ ഭക്ഷ്യോൽപാദനത്തിലെ ലഭ്യത കുറവ് അടുത്തൊരു റീസണായിട്ട് പറയുന്നു. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്, ചേഞ്ച് ഇൻ ടെക്നോളജി. സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നതെല്ലാം തന്നെ മനുഷ്യരെ കൃഷിയിലേക്കും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിലേക്കും ഒക്കെ എന്ത് ചെയ്തു, വഴിതെളിയിച്ച് വിട്ടിട്ടുള്ള ഘടകങ്ങളാണ്. നോക്കിക്കേക്കളെ, പിക്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് ആർ ഗിവൺ ഹിയർ. ഒബ്സർവ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ നിന്ന് നിയോലിത്തിക് ഏജിലുള്ള ടൂൾസിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം നിഗമനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ, എന്താണ് വളരെ ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സ്മാളായിട്ടുള്ള ടൂൾസാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതവിടെ എഴുതി ചേർക്കുക. ഓക്കെ, ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻ ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. അപ്പോൾ എന്താണ്, ഈ ടൂൾസ് എല്ലാം തന്നെ മനുഷ്യരെ സഹായിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഈ ടൂൾസ് എല്ലാം മനുഷ്യരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ദേ ഹെൽപ്ഡ് ദം ഇൻ ടില്ലിങ് ദ സോയിൽ ആൻഡ് കട്ടിങ് ഡൗൺ ട്രീസ്. അപ്പം ഇതെന്തിനു സഹായിച്ചു എന്നാണ് പറയുന്നത്, നമ്മുടെ മണ്ണൊക്കെ ഉഴുതു മറിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ്, ട്രീസൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഇത്തരത്തിലുള്ള ടൂൾസ് സഹായിച്ചിട്ടുണ്ട്. ദിസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു, നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൂൾസ് എല്ലാം വളരെയധികം സഹായകരമായിട്ടുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എൻഷുർ ദ സ്റ്റഡി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് നല്ല രീതിയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി ഈ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് അഗ്രേറിയൻ വില്ലേജ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്, മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി താമസം ഉറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ്, ഒരു അഗ്രേറിയൻ വില്ലേജ് ഉണ്ടായി വരുന്നതിനും ഇതിലൂടെ സഹായകരമായി എന്നാണ് പറയുന്നത്. The storage of grains become possible with the introduction of pottery and the use of bricks made of clay. അപ്പോൾ എന്താണ്, ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി സഹായകരമായി, പോട്ടറി, അതായത് എന്താണ്, മൺപാത്രങ്ങൾ നിർമ്മാണത്തിലൂടെയും അതുപോലെ തന്നെ എന്താണ്, ക്ലേ ഉപയോഗിച്ച് ബ്രിക്സ് ഒക്കെ നിർമ്മിച്ചതിലൂടെയൊക്കെ എന്താണ്, ഈ ഗ്രെയിൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വളരെയധികം സഹായകരമായി. When the surplus production in the agriculture become possible, എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ബിക്കം ഫ്രീ ഫ്രം അഗ്രേറിയൻ ആക്ടിവിറ്റീസ്. അപ്പം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വന്നതോടുകൂടി അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടായതോടുകൂടി സമൂഹത്തിലുള്ള ഒരു വിഭാഗം എന്താണ്, ആളുകൾ ഈ അഗ്രികൾച്ചറിൽ നിന്ന് സ്വതന്ത്രമായി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്ന് അവർ സ്വതന്ത്രമായി മാറി. They began to engage in other occupations such as pottery making, weaving, etc. അങ്ങനെ സ്വതന്ത്രമായ ഒരു വിഭാഗം വേറെ ഓക്യുപ്പേഷൻസ് അല്ലാതെ ബാക്കിയുള്ള ഓക്യുപ്പേഷൻസിലേക്ക് നീങ്ങി. ഏതിലൊക്കെയാണ്, പോട്ടറി മേക്കിങ്ങിലോട്ടും അതുപോലെ തന്നെ നെയ്ത്ത് എന്നിവയിലോട്ടൊക്കെയാണ് അവർ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ദസ് ദ സൊസൈറ്റി ബിക്കം ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അതിലൂടെ എന്താണ്, സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് എല്ലാം ഫോം ചെയ്തു വരുന്നതിന് കാരണമായി. ദിസ് റിസൾട്ടഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ സോഷ്യൽ ഫോർമേഷൻ. ഇത് വളരെ വലിയൊരു സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ചു. ദ ബേസിസ് ഓഫ് ദ പ്രോഗ്രസ് ഹ്യൂമൻസ് ഹാവ് അച്ചീവ്ഡ് ടുഡേ ക്യാൻ ബി സീൻ ഇൻ ദ ചേഞ്ചസ് ഡ്യൂറിങ് ദ നിയോലിത്തിക് ഏജ്. അപ്പം നിയോലിത്തിക് ഏജിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് മനുഷ്യർക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും വലിയ ചേഞ്ചസിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. വിത്ത് റെഫറൻസ് ടു ദീസ് ചേഞ്ചസ്, ഗോർഡൻ ചൈൽഡ്, എ റിന്യൂവ്ഡ് ആർക്കിയോളജിസ്റ്റ്, നെയിം ദിസ് പീരീഡ് നിയോലിത്തിക് റെവല്യൂഷൻ. അപ്പം ഇങ്ങനെയുള്ള വലിയ ചേഞ്ചസ് ഉണ്ടായതുകൊണ്ടാണ് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് ഈ ഒരു കാലഘട്ടത്തെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്, അല്ലെങ്കിൽ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രസന്റ് ദ ഇൻഫർമേഷൻ ഗിവൻ എബവ്
ഓൺ ദ നിയോലിത്തിക് ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ രീതിയിൽ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിനകത്ത് ആദ്യം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എഴുതി, ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കാനായിട്ട് പറ്റും? നമ്മുടെ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ എഴുതി ചേർക്കാനായിട്ട് പറ്റും, വീവിങ് എഴുതി ചേർക്കാനായിട്ട് പറ്റും, പിന്നെ പോട്ടറി മേക്കിംഗ് എഴുതി ചേർക്കാനായിട്ട് പറ്റും, പിന്നെ ബ്രിക്സ് ഒക്കെ നിർമ്മിച്ച ആ പോയിന്റുകളെല്ലാം നമുക്കിവിടെ എഴുതി ചേർക്കണം. അപ്പം നിങ്ങളത് എഴുതി ഫില്ല് ചെയ്യണേ. ശ്രദ്ധിച്ചേ, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ by observing the map and find out the countries in which Neolithic sites are located. അപ്പം ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, അപ്പം നിയോലിത്തിക് സെൻറ്റേഴ്സ് ഏതെല്ലാം രാജ്യങ്ങളിലാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ജെറീക്കോ എവിടെയാണ്? പാലസ്തീൻ. ജാർമോ എവിടെയാണ്? ഇറാഖ്. അതുപോലെ തന്നെ അലിഗോഷ് എവിടെയാണ്? ഇറാൻ. അതുപോലെ തന്നെ മെഹർഗഡ്, പാകിസ്ഥാൻ. അങ്ങനെ നിങ്ങളത് ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണേ. ജാർമോ ഇൻ ദ കുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ്. റോബർട്ട് ജെ ബ്രാഡ്വുഡ് ലെഡ് ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇൻ ദ ജാർമോ ഇൻ ദ കുർദിഷ് ഹിൽസ് മോഡേൺ ഇറാഖ്. അപ്പം മോഡേൺ ഇറാഖിലെ, അതായത് കുർദിഷ് ഹില്ലിലുള്ള ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു റോബർട്ട് ജെ ബ്രാഡ്വുഡ് എന്ന് പറയുന്ന വ്യക്തി. ദ പീപ്പിൾ ഓഫ് ജാർമോ കൾട്ടിവേറ്റഡ് ബാർലി ആൻഡ് 2 varieties ഓഫ് വീറ്റ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് ജാർമോയിലുള്ള ആളുകൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് ബാർലിയും അതുപോലെ തന്നെ 2 varieties ഓഫ് വീറ്റിൻ്റെ 2 വെറൈറ്റീസുമായിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. There were clear indications that they domesticated goat and some other animals. അവിടെ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾ എന്തിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആടിനെയും അതുപോലെ സം അതർ അനിമൽസിനെയും അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെയർ ഡ്വെല്ലിങ്സ് വെയർ സ്മാൾ ഹട്ട്സ്. അപ്പം അവർ ജീവിച്ചിരുന്ന അവരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ കുടിലുകളായിരുന്നു. ദേ മെയ്ഡ് ഫിഗേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിത്ത് ക്ലേ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലേ കൊണ്ട് ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മെയ്ഡ് ഓഫ് ഫിഗേഴ്സ് ഓഫ് അനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയൊക്കെ ഫിഗേഴ്സ് അവർ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എമംഗ് ദ ഹ്യൂമൻ ഫിഗേഴ്സ് ദേ മെയ്ഡ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് വാസ് ദാറ്റ് ഓഫ് പ്രഗ്നൻറ്റ് വുമൺ. അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ കൊണ്ടുള്ള ഫിഗേഴ്സിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ ഫിഗറായിരുന്നു. മെഹർഗഡ്, ദ നിയോലിത്തിക് സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആർക്കിയോളജിസ്റ്റ് കൺസിഡർ ദാറ്റ് മെഹർഗഡ്, നൗ ഇൻ പാകിസ്ഥാൻ, വാസ് എ സൈറ്റ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ വേർ ദ important features of Neolithic age like domestication of animals and plants began first. അപ്പം മെഹർഗഡ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള മെഹർഗഡ് എന്ന് പറയുന്ന നിയോലിത്തിക് സൈറ്റാണ്. ആദ്യമായിട്ട് മനുഷ്യർ എന്തൊക്കെ പ്ലാന്റ്സ് ഒക്കെ നട്ടുവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അനിമൽസിനെ ഇണക്കി വളർത്തിയിട്ടുള്ളതും ഈ മെഹർഗഡ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലാണെന്നാണ് കരുതപ്പെടുന്നത്. ദിസ് റീജിയൻ ഈസ് കാൾഡ് ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്ന ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിലാണ്.